അനന്തകൃഷ്ണനെതിരെ വ്യാപകമായ പരാതികളാണ് സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ഉയരുന്നത്. തട്ടിപ്പ് വിവരം പുറത്തു വന്നതോടെ കൂടുതൽ പേർ പരാതിയുമായി രംഗത്തെത്തുകയാണ്. പരാതിക്കാരുടെ വാക്കുകൾ കൂടി നമുക്കൊന്ന് കേട്ടിട്ട് വരാം. ഇതിനൊരു വിശ്വാസ്യത വരുന്നതിന് വേണ്ടി കായംകുളത്തിന്റെ MLA അടക്കം പങ്കെടുപ്പിച്ചുകൊണ്ടാണ് ആദ്യം തയ്യൽ മെഷീന്റെ വിതരണവും ഇതിന്റെ സീഡ് സൊസൈറ്റിയുടെ ഉദ്ഘാടനവും നടത്തിയത്. അതുകൊണ്ട് തന്നെ എന്റെ വാർഡിൽ നിന്ന് 15-ൽ പരം ആളുകൾ ഇപ്പോൾ ബൈക്കിന് വേണ്ടി 60,000 രൂപ വെച്ച് അടച്ചിട്ടുണ്ട്. ADSനെ ഉപയോഗിച്ചുകൊണ്ടാണ് ഈ തട്ടിപ്പ് ഇവർ നടത്തിയിരിക്കുന്നത്. നമ്മുടെ ഈ വാർഡിലുള്ള സ്ത്രീകളുടെ പൈസ മൊത്തം 614 പേരുടെ പൈസ മൊത്തം വാങ്ങിച്ചിട്ട് നിങ്ങൾക്ക് ഇന്ന വീട്ടുപകരണങ്ങൾ പകുതി വിലയ്ക്ക് കിട്ടുന്നതാണ്, അതുകൊണ്ട് എല്ലാവരും ചേർന്നെന്നും പറഞ്ഞിട്ട് പ്രൊമോട്ടർമാരാണ് നമ്മളെ അവർ സപ്പോർട്ട് ചെയ്തത്. അപ്പോൾ ഈ MLA ഉദ്ഘാടനം ചെയ്തുകൊണ്ട് ആൾക്കാർ വിചാരിച്ച തട്ടിപ്പല്ല, MLA അല്ലേ ഉദ്ഘാടനം ചെയ്തെന്ന്. അപ്പം അവർ 100 വർക്കിംഗ് ഡേയ്സ് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഡിസംബർ 28-ന് 100 വർക്കിംഗ് ഡേയ്സ് കഴിഞ്ഞു. അപ്പോഴേ നമ്മൾ ചോദിക്കുന്നുണ്ട്, പിന്നെ എന്തായാലും നിങ്ങൾ വണ്ടി കിട്ടും, പൈസയൊന്നും പോകില്ല എന്ന് പറഞ്ഞു. ആ സമയത്ത് ഈ ഇത് വന്നത്. എന്നിട്ട് നമ്മളോട് പറയുന്നത് നിങ്ങൾ കേസ് കൊടുക്കല്ല, അവർ ജാമ്യത്തിൽ ഇറങ്ങിയിട്ട് നിങ്ങളെ ഇതെല്ലാം തരും, വണ്ടി തരും, ക്യാഷ് വേണ്ടുന്നവർ ക്യാഷ് തരും. പക്ഷെ നമ്മളത് കത്തിക്കാൻ തയ്യാറല്ല, കാരണം നമുക്കത് വിശ്വാസം പോയി. നമ്മൾ കൊടുത്ത പൈസ ഞങ്ങൾക്ക് കിട്ടണം. നമുക്ക് വണ്ടീന് ആവശ്യമുള്ള നമ്മൾ തെറ്റ് ചെയ്തു പോയി, നമ്മൾ വിശ്വസിച്ചു പോയി. പിന്നെ നമ്മൾ വിശ്വസിക്കുന്ന രൂപത്തിൽ ഇവർ പിന്നെ ഉദ്ഘാടനമൊക്കെ ചെയ്തേ. സുമേഷ് സാർ ഉണ്ടായിരുന്നു MLA. പിന്നെ അതുമല്ല, നമ്മൾ ഈ എഗ്രിമെന്റ് അടിക്കുന്ന ഒരു വക്കീൽ മുഖാന്തരം ഞങ്ങൾക്ക് അറിയില്ല. ഇത് വക്കീൽ മുഖാന്തരം നമ്മൾ 500 രൂപ അവർക്ക് അന്നത്തെ ഒരാളെ ഫീസ് 500 രൂപ കൊടുത്തിട്ട് നമ്മൾ ഇതാക്കിയ. ഇതൊന്നും അറിയാതാണോ വക്കീൽ ചെയ്തതെന്ന്? നമുക്കും അറിവില്ല, അവർക്കും അറിവില്ലാണ്ടാണോ ഇതൊക്കെ ചെയ്തു തന്നിരിക്കുന്നത്? 200 രൂപക്ക് ജോലി ചെയ്തിട്ട് അതിന് അങ്ങനെ ഉണ്ടാക്കുന്ന പൈസയാണ്. അത് നമുക്ക് കളയേണ്ട പൈസയല്ല. അത് നമ്മളെ മക്കൾക്ക് വേണ്ടി നമ്മൾ സ്വരൂപിച്ച് വെക്കുന്ന പൈസയാണ്. നമുക്ക് എന്തും കിട്ടണം, നമുക്ക് എന്തായാലും ആ പൈസ നമുക്ക് തിരിച്ചു കിട്ടണം. ഈ മോഹനൻ, റീന, രാജാമണി, സക്കീന ഇവരൊക്കെയാണ്. ഈ റീന എന്ന് പറയുന്നത് എൻ്റെ വീടിൻ്റെ അടുത്തുള്ളതാണ്. അപ്പം നമുക്ക് നല്ല പരിചയമുള്ള ആൾക്കാർ. അപ്പം ഇവരൊക്കെ പറഞ്ഞിട്ട് നമ്മൾ ഇതിലേക്ക് വന്നത്. അവർ കേസ് എടുക്കുന്നില്ല. നമ്മൾ 3-4 ദിവസം അതിന് മെനക്കെട്ടിട്ട് ഇങ്ങനെ വരുന്നത്. രാവിലെ തൊട്ട് രാത്രി വരെ സ്റ്റേഷനിലാണ്. നമ്മൾ കോർഡിനേറ്റർമാർക്കെതിരാണ് നമ്മൾ പരാതി പോയത്. അവരെ അക്കൗണ്ടിൽ നമ്മൾ ക്യാഷ് ഇടാത്തടത്തോളം കാലം നമുക്ക് അവരെ പരാതിയിൽ പെടാൻ പറ്റില്ല എന്ന് പറഞ്ഞു.